നമുക്ക്. ഓക്കെ, ഈ ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈസിയായിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് നമ്മൾ 5 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്ത് വെക്കുന്നത്. 1 2 3 4 5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഒന്നാമത്തതിലോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നാമത്തതിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മളെ നീഡിൽ 2 ലൂപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, 2 ത്രെഡ് ഉണ്ട് നീഡിൽ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അവിടുന്ന് യാൺ ഓവർ ചെയ്തിട്ട് പുറത്തോട്ട് പോരാം. യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോരുന്നത് ഈ ഒരു നീഡിലുള്ള 2 ത്രെഡിൽ നിന്നും നമ്മൾ യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് പോരും. ഓക്കെ, ഓക്കെ, രണ്ടിടത്തുനിന്ന് നമ്മൾ യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് പോന്നു. രണ്ടിടത്തുനിന്ന് യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് പോന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒന്നാമത്തതിലോട്ട് ഇട്ടിങ്ങാണ്ട് നമ്മൾ യാൺ ഓവർ ചെയ്ത് വലിച്ചപ്പോൾ ഇവിടെ ഒരു ഹോള് കിട്ടിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഒരു പിൻ കുത്തി വെക്കുക. പിന്നിട്ടിട്ട് അത് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് മാർക്കറോ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെക്കുക കേട്ടോ. ഇതിലോട്ടാണ് ഇനി എല്ലാ സ്റ്റിച്ചസും ചെയ്യുന്നത്, അത് മറന്നു പോവരുത് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 4 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാം. 1 2. ഇപ്പം ടോട്ടൽ നമ്മളെ നീഡിലിൽ 3 ലൂപ്സ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെൻറ്ററിലോട്ട് ഇടാം. ഓക്കെ, ആ ഒരു ഇതിലോട്ട് ഇട്ടിട്ട് യാൺ ഓവർ ചെയ്ത് ഉള്ളിലോട്ട് വരാം. യാൺ ഓവർ ചെയ്ത് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീഡിലിൽ 4 ലൂപ്സ് കിട്ടും. ഇനി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരാം. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരാം. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരാം. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 2 ലൈൻസ് ഇവിടെ കിട്ടും. അത് കണ്ടോ, ഒരു വലിയ ഹോളായിട്ടും ഇവിടെ ഒരു ചെറിയ ഹോളായിട്ടും നിങ്ങൾക്ക് തോന്നും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹോള്. ഇതിൽ ഓൾറെഡി നിങ്ങൾ പിന്നിട്ട് വെച്ചിട്ടുണ്ടാവും. അത് അങ്ങനെ ഇരിക്കട്ടെ. ബാക്കിയുള്ളത് ഇതിങ്ങനെ അടുപ്പിച്ച് വെക്കുക കേട്ടോ. ഇനി വീണ്ടും 2 ടൈം യാൺ ഓവർ ചെയ്യുന്നു. ഈ സെൻറ്ററിലോട്ട് ഇടുന്നു. അവിടെ നിന്ന് യാൺ ഓവർ ചെയ്ത് ഉള്ളിലോട്ട് വരുന്നു. ഇനി എന്ത് ചെയ്യുക? വീണ്ടും 2 പ്രാവശ്യം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരിക. ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്താൽ മതി കേട്ടോ. പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് 2 എണ്ണത്തിനകത്തുനിന്നും പുറത്തോട്ട് വരിക. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരിക. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അങ്ങനെ ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇതാദ്യം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്, പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ, പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ. പിന്നെ വീണ്ടും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുന്നു, അതിനകത്തോട്ട് ഇടുന്നു, യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഇനി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന്, യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന്, യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടലി ഇവിടെ 4 പെറ്റൽസ് ഉണ്ടാവും. നോക്കൂ, 4 പെറ്റലല്ല, 4 ലൈൻസ് ആയിട്ട് വരും. ഒരെണ്ണം ചെയിൻ സ്റ്റിച്ചിൻ്റെ ആയിരുന്നു, മറ്റൊരെണ്ണം നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തത്, പിന്നെയും ട്രിപ്പിൾ ക്രോഷേ ചെയ്തു, പിന്നെയും ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇപ്പോൾ ടോട്ടൽ അവിടെ 3 എണ്ണം ഉണ്ട്. ഇനി നമ്മളിതൊരു പെറ്റലായിട്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതായത് നമ്മൾ ആദ്യത്തെ ഹോളിനകത്തോട്ട്. എന്നിട്ട് അവിടുന്ന് യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വന്നിട്ട് നിങ്ങൾ ഈ ഒരു യാണിലുള്ള ഫസ്റ്റത്തെ ത്രെഡ് രണ്ടാമത്തെ ത്രെഡിനകത്ത് കൂടെ വലിച്ച് പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ അതൊരു സ്ലിപ്പ് നോട്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിട്ടിട്ടുണ്ടാവും? ഇതുപോലെ കിട്ടും. ഓൾറെഡി ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. പിന്നെ ഇതെന്ത് ചെയ്യും? ഇതിനായിട്ട് അടുപ്പിച്ചാക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ച് കിട്ടും. നിങ്ങളിങ്ങനെ പിടിച്ച് വലിച്ചാൽ നിങ്ങൾക്കത് അടുത്ത് കിട്ടും കേട്ടോ. ഈ സെൻറ്ററത്തെ ഹോള് പിടിച്ചിട്ട് ഇതിനങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് അടുപ്പിച്ച് പോവും.
അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു പെറ്റൽ കിട്ടി. ഇനി ഇതേ മെത്തേഡിൽ നമുക്ക് 4 പെറ്റൽ കൂടെ ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് 4 പെറ്റലും കൂടെ ഉണ്ടാക്കുന്നത് നോക്കിക്കോളും. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ചെയിൻ ചെയ്തു, 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു, വീണ്ടും ചെയിൻ ചെയ്ത് ഇതിൽ ലോക്ക് ചെയ്തു. ഇനി ഇതേ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാണ്. ചെയിൻ, ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ. കണ്ടോളൂ, അടുത്ത പെറ്റലിന് വേണ്ടി ചെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 4. ഇനി 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുന്നു, അകത്തോട്ടിടുന്നു, അവിടെ നിന്ന് യാൺ ഓവർ ചെയ്ത് ഉള്ളിലോട്ട് വരുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഇപ്പം 4 എണ്ണം കണ്ടോ. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു, 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരുന്നു, യാൺ ഓവർ ചെയ്യുന്നു, 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരുന്നു, യാൺ ഓവർ ചെയ്യുന്നു, 2 എണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരുന്നു. അത് നമ്മളിവിടെ ചെയ്ത് തന്നെ. അതിന് വീണ്ടും എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരത്തെ 3 പ്രാവശ്യം ചെയ്തു. അതേ മെത്തേഡിൽ ഇവിടെ 3 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 3 എണ്ണം ചെയ്തു. ഒരു ചെയിന് 3 ട്രിപ്പിൾ ക്രോഷേ. ഇനി വീണ്ടും അത് അവസാനിപ്പിക്കാൻ വീണ്ടും എന്ത് ചെയ്യാം, 4 ചെയിൻ ചെയ്യാം. 1 2 3 4. ഇനി എന്ത് ചെയ്യുന്നു, 4 എണ്ണം ചെയ്ത് നമ്മൾ ഇതിനകത്തോട്ട് പോയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്യാൻ വേണ്ടി അതിനകത്ത് പോയി യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് വന്നു. ഇനി നീഡിലുള്ള ഫസ്റ്റ് നൂല് സെക്കൻഡ് നൂലിലൂടെ വലിച്ചെടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇതെന്ത് ചെയ്യുക, വീണ്ടും ഇതിനിങ്ങനെ ഒന്ന് നീക്കി കൊടുക്കുക. അപ്പോൾ ആ പെറ്റലും അതിനടുത്തോട്ട് പോയി നിന്നോളും. ഇനി വീണ്ടും 4 ചെയിൻ. 1 2 3 4. ഓക്കെ, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 5 പെറ്റലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അഗെയിൻ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യാണ്, വീണ്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 2 3 4. അതിനകത്ത് പോയിട്ട് ലോക്ക് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ആദ്യത്തെ ത്രെഡ് രണ്ടാമത്തെ ത്രെഡിനുള്ളിൽ കൂടെ വലിച്ചെടുക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് എത്ര പെറ്റൽ കിട്ടി, 3 പെറ്റൽ കിട്ടി. ഇനി നമുക്ക് 2 എണ്ണം കൂടെ ആവശ്യമാണ്. ഓക്കെ, ചെയ്യാം. സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക, ആദ്യം 4 ചെയിൻ. ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, 5 പെറ്റലും ആക്കാം. അവസാനത്തെ പെറ്റലിൻ്റെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അത് ഇതിനകത്ത് ലോക്ക് ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഒന്നാമത്തെ നൂല് രണ്ടാമത്തിനുള്ളിൽ കൂടെ വലിച്ചിട്ട് നമ്മൾ ലോക്കാക്കി. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതുപോലെ വലിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ആദ്യത്തെ ത്രെഡുമായിട്ട് കെട്ടിയിട്ട് ഒഴിവാക്കാം. ആദ്യത്തെ ത്രെഡുമായിട്ട് കെട്ടിയിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നീട്ടിയിടാം. വേണമെങ്കിൽ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തെങ്ങാണ്ട് പിന്നീട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇത് ഇങ്ങനെയാണ് ഫ്ലവർ വരിക. ഓക്കെ, ഞാനിപ്പോൾ ഇത് പുറകിലോട്ടായിട്ടാണ് കെട്ടിട്ട് കൊടുത്തിരിക്കണത് കേട്ടോ. എന്നിട്ട് നമുക്ക് കെട്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു നൂലൊക്കെ അവിടെ വേണമെങ്കിൽ ഇതിങ്ങനെ വെക്കാം, ബാക്കിയുള്ളത് കട്ട് ചെയ്തിടാം, എന്ത് വേണേലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ത്രെഡ് മാത്രം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്തുമേലും ഒട്ടിക്കുകയാണെങ്കിൽ ഇതും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞോണ്ടു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലവർ.